ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പൂച്ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിരീടത്തിൻ്റെയൊക്കെ ഷേപ്പുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുവരുന്ന ഒരു ഇനം ചെടിയാണ് ഈ ഒരു കൃഷ്ണ കിരീടം. ഇതിനെ ഹനുമാൻ കിരീടം എന്നും ഇവിടെ പറയാറുണ്ട്. ഇതിനെ റെഡ് പഗോഡ ട്രീ എന്നും വിളിപ്പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലെറോഡെൻഡ്രം പാനിക്കുലേറ്റം എന്നാണ്. പിന്നെ ഇതിന് വേറെയും കുറേ പേരുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, 6 മാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ചെടി പൊതുവെ തണലൊക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് കേട്ടോ വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്നിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പന് അലങ്കരിക്കാനും അതുപോലെ തന്നെ ഓണത്തിൻ്റെ സമയത്ത് പൂക്കൾ ഒരുക്കാനും ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്ത് വരാറുണ്ട്. ധാരാളം പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. കൂടാതെ ധാരാളം തേൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പക്ഷികളെയൊക്കെ ഇത് നന്നായിട്ട് ആകർഷിക്കും. കുറ്റിച്ചെടിയായ ഹനുമാൻ കിരീടം വീട്ടുമുറ്റത്ത് അലങ്കരിക്കാനായിട്ട് ഉത്തമമായിട്ടുള്ളൊരു അലങ്കാര ചെടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ബുദ്ധക്ഷേത്രങ്ങളുടെയൊക്കെ രൂപം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പഗോഡ എന്ന് വിളിക്കുന്നുണ്ട്. പഗോഡ എന്ന് അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത്. ഇതിൻ്റെ പൂക്കൾക്കൊന്നും പ്രത്യേകിച്ച് വലിയ വാസനയൊന്നും ഇല്ല കേട്ടോ. വേരിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടാണ് വംശവർധനം ഉണ്ടാവുന്നത്. കമ്പ് നട്ടിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ പറ്റും. കാലമൊക്കെ വരുമ്പോൾ തന്നെ അതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു കൃഷ്ണ കിരീടം ധാരാളമായിട്ട് വീട്ടുമുറ്റത്തൊക്കെ കണ്ടുവരാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ചെടിയായി മാറിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണിത്. മലേഷ്യൻ വിശ്വാസപ്രകാരം ഉണ്ടല്ലോ, മരിച്ചുപോയവരുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരാനൊക്കെ ഈ ഒരു ചെടി കൊണ്ട് സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. കീടശല്യം ഒഴിവാക്കാനായിട്ട് ഈ ചെടി വളരെ അധികം സഹായിക്കും. ഇതിൻ്റെ പൂവും ഇലയും വേരും ഒക്കെ ഔഷധ പ്രാധാന്യം ഉള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ചിങ്ങമാസം ആവാറായില്ലേ ഗൈസ്. അപ്പോൾ ഈ ഒരു ചെടി ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ചെടി. പക്ഷേ ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പല വീടുകളിലും ഇപ്പോൾ ഈ ഒരു ചെടി കാണാൻ തന്നെ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ചിങ്ങമാസത്തിൽ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പൂവിടാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ചെടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.